UDFിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് LDF സർക്കാരിൻ്റെ ഭരണ വൈകല്യങ്ങളാണ്. അത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും അവർ ജയിച്ച ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലെ അവർ നേടിയ ഭൂരിപക്ഷത്തിൽ പോലും അത് തെളിഞ്ഞതാണ്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ UDF വളരെ കൃത്യമായി സ്ഥാനാർത്ഥിയെ യാതൊരു തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾക്കും ഇട നൽകാതെ ഒരു തരത്തിലുള്ള അസ്വാരസ്യങ്ങളുമില്ലാതെ സ്ഥാനാർത്ഥിയെ ആദ്യമായി തന്നെ പ്രഖ്യാപിക്കുകയും തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒറ്റക്കെട്ടായി നിന്ന് തയ്യാറെടുക്കുകയും അനുകൂലമായ എല്ലാ സാമൂഹ്യ സാഹചര്യങ്ങളുടെയും ഭരണപക്ഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലെ അതൃപ്തമായ എല്ലാ ജനവിഭാഗങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് ഞങ്ങൾ കടക്കുകയും ചെയ്യും. അത് പാലക്കാട് കണ്ടതാണ്. അത് നേരത്തെ ഉമ്മൻചാണ്ടി സാറിൻ്റെ സീറ്റിൽ നമ്മൾ കണ്ടതാണ്. PT തോമസ് നിര്യാതനായപ്പോൾ അദ്ദേഹത്തിൻ്റെ സീറ്റിൽ നമ്മൾ കണ്ടതാണ്. അത് തന്നെയാണ് ഇപ്പോൾ എത്ര കലങ്ങി മറിഞ്ഞാലും റിസൾട്ട് വരുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ചാലിയാറിൻ്റെ തീരത്ത് നിന്ന് MLA ആകും എന്നുള്ള കാര്യത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനോ ഐക്യജനാധിപത്യ മുന്നണിക്കോ തർക്കമില്ല. കാരണം ഞാനതിനകത്ത് ആദ്യമേ പറഞ്ഞതുപോലെ നിലമ്പൂരിലെ രാഷ്ട്രീയമല്ല, കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ 9 വർഷമായി തുടരുന്ന അതിദുസ്സഹമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളാണ്. നമ്മളിരിക്കുന്ന കൊടപ്പനക്കുന്നിൻ്റെ തൊട്ട് താഴെയാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷനിൽ ഒരു സ്ത്രീ നിന്ന ഒരു നില 20 മണിക്കൂർ വെള്ളം കുടിക്കാൻ ദയനീയമായി ചോദിച്ചപ്പോൾ ഒരു മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. ആരോപണ വിധേയയായ ആൾ ദാഹജലം ചോദിച്ചപ്പോൾ അത് ശുചിമുറിയിലെ വെള്ളമാണ് നിനക്ക് യോഗ്യം എന്ന് പറഞ്ഞിടത്ത് എത്തി നിൽക്കുന്ന ഒരു കേരളത്തിനെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് അഡ്രസ്സ് ചെയ്യുന്നത്. ആ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ ദയനീയമായ ചിത്രത്തെയാണ്. 21,000 കോടി രൂപയാണ് കേരളത്തിലെ കയർ തൊഴിലാളി മുതൽ കയർ തൊഴിലാളി, കശുവണ്ടി തൊഴിലാളി, ക്ഷീരകർഷക തൊഴിലാളി, കെട്ടിട നിർമ്മാണ തൊഴിലാളി തുടങ്ങി ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അങ്ങോട്ടടച്ച കാശിൽ നിന്ന് ഈ തൊഴിലാളികളെല്ലാം തയ്യൽ തൊഴിലാളി അടക്കമുള്ള സകലമാന തൊഴിലാളികളും സർക്കാരിന് അങ്ങോട്ട് കാശടയ്ക്കുകയാണ്. ആ കാശിൽ നിന്നാണ് നമുക്ക് ക്ഷേമനിധിയുടെ പെൻഷൻ തരുന്നത്. ക്ഷേമ പെൻഷൻ പോലെ ഇത് നികുതി പണത്തിൽ നിന്നല്ല. 19 മാസമായി മുടങ്ങുകയാണ്. 17 മാസമാകുമ്പോൾ അതിൻ്റെ കുടിശ്ശിക എന്ന് പറയുന്നത് 21,000 കോടി രൂപയാണ്. പ്രസവാനുകൂല്യമോ വിദ്യാഭ്യാസ ആനുകൂല്യമോ വിവാഹ ആനുകൂല്യമോ പെൻഷനോ കൊടുക്കുന്നില്ല. ഈ വിഷയത്തിനെയാണ് ഉപതെരഞ്ഞെടുപ്പ് അഡ്രസ്സ് ചെയ്യുന്ന രണ്ടാമത്തെ വിഷയം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിലക്കയറ്റത്തിനെ അഭിമുഖീകരിക്കുന്ന കമ്പോളത്തിൽ സാധാരണക്കാരന്, ഇടത്തരക്കാരന്, കൃത്യമായി വരുമാനമുള്ളവന്, അഴിമതിക്കാരനല്ല, കൈക്കൂലിക്കാരനല്ല, കരിമണൽ ഫാക്ടറിയിൽ നിന്ന് കൈക്കൂലി കിട്ടാത്ത ഒരു കുടുംബത്തിനും കമ്പോളത്തിൽ നിന്ന് തൊട്ടാൽ പൊള്ളുന്ന വിലക്കയറ്റമാണ്. ഈ വിലക്കയറ്റമാണ്, ഈ ദുസ്സഹമായ ജീവിത സാഹചര്യമാണ്